നമ്മളിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂം ടു കേക്കായിരുന്നു കേട്ടോ. വിവേകായിരുന്നു കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. മോഡലും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിക്ക് നമ്മൾ കേക്കിൽ ആഡ് ചെയ്യണമായിരുന്നു. പിക്ക് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണമായിരുന്നു. കുറച്ച് പാടായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റി. എന്നിട്ട് നമ്മൾ ഗ്രൂം ടു ടോപ്പറൊക്കെ വെച്ചിട്ട് കേക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 1 kg സ്ക്വയർ കേക്കും കൂടെ ഉണ്ടായിരുന്നു. അതും സെയിം ഇത് തന്നെ ഗ്രൂം ടു വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ നോർമലി ഈ ഗ്രൂം ടു കേട്ടിട്ടുള്ളത് ഈ വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡ് ഷെയ്ഡിലൊക്കെയാണ്. അപ്പം എങ്കിൽ പിന്നെ ഇതിൽ ചുറ്റും റിബണൊക്കെ വെച്ചിട്ട് അങ്ങനെ ഗ്രൂം ടു ബിന്ന് സെൻറ്ററിൽ എഴുതി കൊടുത്ത് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 9 മണിക്കായിരുന്നു ഈ കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് വന്നതിന് ശേഷം 2 വെഡ്ഡിങ് കേക്കും കൂടെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇത് നമ്മൾ ജിയോ ഇവൻസിന് വേണ്ടി ചെയ്ത കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കടമനായിട്ടായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ വിവേകിന് കേക്ക് കൊടുത്തതിന് ശേഷം വന്നിട്ടായിരുന്നു ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ പോയത്. അപ്പോൾ എപ്പോഴും വെഡ്ഡിങ് കേക്കോ അല്ലെങ്കിൽ ഏത് 2 ടയർ കേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ഹാൻഡിലിൻ്റെ സംഭവം കട്ട് ചെയ്ത് കളയാറുണ്ട്. കാര്യം നമ്മൾ അറിയാതെ തൂക്കി പിടിച്ചാൽ ചിലപ്പോൾ അത് താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഏട്ടന് കൊടുക്കുന്നതിന് മുമ്പ് ഞാനത് കട്ട് ചെയ്ത് കളയാൻ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് ഹാൻഡിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാട്ടോ ബോക്സ് നമ്മൾ കൊടുത്തത്. അങ്ങനെ ഏട്ടൻ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയി. അതിനുശേഷം നമുക്ക് ഒരു 1 kg വാനില കേക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. രഞ്ജിനിയായിരുന്നു കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. മുമ്പ് ചെയ്തൊരു മോഡൽ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സെയിം അതേപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമ്മൾ ആ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു കേക്ക് ജ്യോതിലക്ഷ്മി ചേച്ചി ആയിരുന്നു കേട്ടോ ഓർഡർ തന്നത്. ഇതൊരു ടോൾ കേക്കായിരുന്നു കേട്ടോ, മിക്കി മൗസ് തീമിൽ വരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് 1/2 kg ആയിരുന്നു. നമ്മൾ സിജി ആയിരുന്നു കേട്ടോ ഓർഡർ തന്നത്. പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആനിവേഴ്സറി കേക്കാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ഹാർട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കിന് ഓർഡർ തന്നത് ബീനയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ തന്നത്. മാഷാ തീമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഏട്ടൻ ഓടിവാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങ് പേടിച്ചു പോയി, എന്താ കാര്യം എന്നറിയാതെ. അപ്പോൾ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ 2 പേരയ്ക്ക നമ്മളതുപോലെ കവറിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും പേരയ്ക്ക പിടിക്കും, പക്ഷേ അത് നമുക്ക് കിട്ടാറില്ല. വലൊക്കെ കടിച്ചുകൊണ്ട് പോകാറാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ 2 കവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സന്തോഷം കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കേക്കെല്ലാം നല്ല രീതിയിൽ തന്നെ സമയത്ത് തന്നെ ഡെലിവറിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെയൊക്കെ തിരക്കിനിടയിൽ ചെയ്ത വർക്കുകളായിരുന്നു ഇതൊക്കെ. കേക്കുകളെല്ലാം കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്ന് ചെയ്ത വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ട് കണ്ണ് തള്ളിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് ഞാനിപ്പോൾ നേരിട്ട് കണ്ടു കേട്ടോ. സിജി ആയിരുന്നു ഈ ഒരു പിക്ക് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.